എല്ലാവർക്കും പച്ചത്തുരുത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുള കൊണ്ട് ഒരു അടിപൊളി പോട്ടാട്ട. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യമേ തന്നെ പൊള്ളയായിട്ടുള്ള ഒരു മുളയുടെ പീസ് എടുക്കുക. എൻ്റെ ഇത് ഇത്തിരി പഴയതാണ്. എന്നിട്ട് എക്സോ ബ്ലേഡ് ഉപയോഗിച്ച് അത് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. മുള മുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഉണങ്ങിയ മുളയാകുമ്പോൾ അത്യാവശ്യം ക്ഷമയും അധ്വാനമൊക്കെ ഇതിന് ആവശ്യമാണ്. മുള പതുക്കിയൊന്ന് തിരിച്ച് കട്ട് ചെയ്യാൻ നോക്കുക. എല്ലായിടത്തും ഒരുപോലെ കട്ടാൻ വേണ്ടിയിട്ടാണ്. എക്സോ ബ്ലേഡ് കൊണ്ട് കുറച്ച് മുറിച്ച്, പക്ഷേ ഫുള്ളായിട്ട് മുറിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ല. അപ്പോൾ നമ്മളിത് ഒരു ഉള്ളിയും ചിറ്റിയൊക്കെ എടുത്തിട്ട് അതൊക്കെ മുറിച്ച ക്രാക്കിൽ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പം അത് കുറച്ചും കൂടി എളുപ്പത്തിൽ വിട്ടുപോരാൻ ചാൻസ് ഉണ്ട്. സംഭവം അത്ര ഇങ്ങോട്ട് എളുപ്പമല്ല. ഉണങ്ങിയ മുള ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പച്ചമുളയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ചുറ്റി കൊണ്ട് പതുക്കെ ഉള്ളി ഇങ്ങനെ അടിച്ചടിച്ച് ഇറക്കി കൊണ്ടുവരാണ് ചെയ്യണേ. അപ്പോൾ പതുക്കെ ആ ക്രാക്കൊന്ന് സ്പ്ലിറ്റായി അത് വേഗം വിട്ടുവരുമെന്ന് വിചാരിക്കണം. ക്രാക്ക് അത്യാവശ്യം വലുതായി വരുന്നുണ്ട്. കണ്ടില്ലേ, സംഭവം കുറച്ച് മെനക്കെടന്നിട്ടാണ്. ഓൾമോസ്റ്റ് വരാറുണ്ട്. എക്സോ ബ്ലേഡ് വെച്ച് ഒന്നും കൂടി ഒന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് ചിറ്റി കൊണ്ടൊന്ന് പതുക്കെ തട്ടിക്കൊടുക്കാം. കണ്ടില്ലേ, സംഭവം വിട്ടു പോകുന്നുണ്ടാവും. നല്ല ക്ലിയർ ആയിട്ടുള്ള കട്ടായിട്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നമ്മുടെ അതിൻ്റെ പ്രതലൊക്കെ ഒന്ന് മിനുസപ്പെടുത്തിയെടുക്കാം. റഫായി കഴിഞ്ഞാൽ പെയിൻ്റ് അടിക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. ഒത്തിരി മിനുസാക്കി എടുത്തു കഴിഞ്ഞാൽ കാണാൻ കുറച്ചുകൂടി ഭംഗിയും ഗ്ലേസിങ്ങും ഒക്കെ കിട്ടും. ഇനി നമുക്കിതിന് വാർണിഷ് അടിക്കാം. ഞാൻ ക്ലിയർ വാർണിഷാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു പെയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയിൽ അതിൻ്റെ സർഫസിൽ അടിച്ചു കൊടുക്കാം. ചിലപ്പോൾ ഒരു 1-2 കോട്ടൊക്കെ അടിക്കേണ്ടി വരും വൃത്തിയായി വരാനായിട്ട്. വാർണിഷ് അടിക്കുമ്പോൾ നന്നായി ഫിനിഷ് ചെയ്ത് അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലേ നമുക്ക് നമ്മുടെ പോട്ട് കാണാനായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി ഇതിൽ നമുക്ക് പോട്ടിംഗ് മിശ്രിതം നിറയ്ക്കാം. ചകിരിച്ചോറ്, മണല്, ചാണകപ്പൊടി ഇതെല്ലാം ചേർത്തിട്ടാണ് ഞാൻ ഈ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കിയത്. ഇനി നമുക്ക് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ചെടി നമുക്കതിൽ വയ്ക്കാം. ഞാനിവിടെ മണി പ്ലാന്റാണ് വെക്കണേ. ചെടി വെച്ച ശേഷം ചുറ്റുപാടുള്ള മണ്ണൊക്കെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ വേര് പൊട്ടും. അപ്പം നമ്മുടെ ബാമ്പു പോട്ട് റെഡി ആയിട്ടുണ്ട്. ഇൻഡോർ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വെക്കാം.
ടേബിളിൻ്റെ മേലെയോ അല്ലെങ്കിൽ ജനാലയുടെ സൈഡിലോ ഒക്കെ നമുക്കിത് അലങ്കാരത്തിനായിട്ട് വയ്ക്കാം. എത്രയൊക്കെ ഇൻഡോറാന്ന് പറഞ്ഞാലും ഇലച്ചെടികളൊക്കെ ഇടയ്ക്കൊന്ന് സൂര്യപ്രകാശം കൊള്ളിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക.